ആ കുട്ടി പറഞ്ഞത് ഫലിക്കട്ടെ എന്ന് ചിന്തിച്ചു. ഓ, മാറ്റാൻ പറ്റിയില്ലല്ലോ. ഭഗവാന്റെ കഥ കേട്ടുകൊണ്ടേ ഞാൻ പോകൂ എന്ന് പറയുകയും രാജ്യസഭയിൽ ഇത് അറിയിച്ചപ്പോൾ എല്ലാവരും വിഷമിക്കുകയും ആ രാജ്യസഭയിലേക്ക് വേദവ്യാസന്റെ മകനായ ശ്രീശുകൻ അഗ്നിദേവനെ പോലെ വരികയും എല്ലാവരും കൂടി എന്താണ് വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ ചരിതം കേട്ടുകൊണ്ടേ പോകൂ എന്ന് പരീക്ഷിത്ത് പറയുന്നു. ഞങ്ങൾക്കറിയില്ല അത് എന്താണെന്ന്. അപ്പോഴാണ് ശിവൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു തരാം. അതാണ് ഇവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വല്ലതും കാർഡിയോളജിസ്റ്റ് നെഞ്ചിനകത്ത് തന്നെ വന്നപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇനി 7 ദിവസം കൂടെ പരമാവധി കാണൂ എന്ന് പറഞ്ഞാൽ അപ്പം തീരും. പിന്നെ 7 നിമിഷം ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല, അപ്പോഴേറ്റേക്ക് വരും. പോകുന്ന ആർക്കും ഇഷ്ടമല്ല. ഈ മണ്ണിൽ നിന്ന് പോകുന്ന ഒരാൾക്കും ഇഷ്ടമല്ല. എന്നെ എളുപ്പമാണ് വിളിച്ചോളെന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. എന്തായാലും ദേവേന്ദ്രൻ്റെ ആജ്ഞ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം എന്ന് ദുർവാസാവ് മഹർഷി തീരുമാനിച്ചു. നേരെ അദ്ദേഹം പോയി. കൃത്യമായി ഉച്ചയ്ക്ക് 12:30 മണിക്ക് പാരണ വിടുന്ന പാവം അംബരീഷൻ പാരണ വീണ്ടു. അദ്ദേഹം ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. 4 PIs സോപ്പ് തീരുന്നവരെ കുളിച്ചിട്ടും വന്നില്ല. ആ കൃത്യസമയത്ത് അത് പാലിച്ചു. സമയത്തിന് വലിയ പ്രാധാന്യമാണ്. ഇപ്പം നമ്മളെല്ലാവരും കൂടെ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് 5 ദിവസം കൊണ്ട് ഞങ്ങൾ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യ പോവല്ലേ, രാത്രി 9 മണിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഉറങ്ങിയത്. അതുകൊണ്ട് രാവിലെ 6 മണിക്ക് വരില്ലേ, രാവിലെ 10 മണിക്ക് വന്നാൽ മതിയെന്ന് നാളെ രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാലും കേൾക്കില്ല. സമയത്തിന് വലിയ പ്രാധാന്യം പ്രകൃതിയിലുണ്ട്. 9,87,00,000 മൈൽ അകലെ നിൽക്കുന്ന സൂര്യനും അവിടെ നിന്ന് 2,00,000 യോജന മീതെ ചന്ദ്രൻ. പിന്നെ ഓരോരുത്തരുടെയും ഇവിടെ നിന്നുള്ള ദൂരം നമ്മൾ അർക്കേന്ദു ഗതിഭേദത്തിൽ വായിച്ചു. ശാസ്ത്രം അതിൻ്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. ഈ ഗ്രഹങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഒരു ഗ്രഹത്തിൻ്റെ രശ്മി ഭൂമിയിലേക്ക് പതിക്കാൻ എത്ര നാഴിക വേണം? ഒരു നാഴിക 24 മിനിറ്റ്, ഒരു യാമം 3 മണിക്കൂർ, 4 യാമം പകൽ, 4 യാമം രാത്രി. 6 മുതൽ 9 വരെ, 9 മുതൽ 12 വരെ, 12 മുതൽ 3 വരെ, 3 മുതൽ 6 വരെ. വീണ്ടും ആവർത്തിക്കുന്നു. ശിവരാത്രിയൊക്കെ രാത്രി 9 മണിക്കൊരു യാമ പൂജ, 12 മണിക്കൊരു യാമ പൂജ, വെളുപ്പിനെ 3 മണിക്കൊരു യാമ പൂജ, നേരം വെളുക്കുമ്പോൾ 6 മണി. ഇത് വളരെ കൃത്യമായി സൂര്യചന്ദ്രന്മാരും തേജോഗോളങ്ങളും പാലിക്കുന്നു, പക്ഷിമൃഗാദികൾ പാലിക്കുന്നു. ഇത് പാലിക്കാത്ത ലോകത്തിലെ ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. വിളിച്ചുണർത്തുന്ന പ്രായത്തിലെ മഹാവിഷ്ണുവായ ശ്രീരാമചന്ദ്രനെ വിശ്വാമിത്രൻ വിളിച്ചുണർത്തി. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ കമലാകാണ്ട ത്രൈലോക്യം മംഗളം കുരും. ഇപ്പോഴൊക്കെ ചില അമ്മമാര് പിള്ളേരെയൊക്കെ വിളിച്ചുണർത്തുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും. കൗസല്യയുടെ സുപ്രജയായ പൊന്നോമനയായ രാമ, പൂർവസന്ധ്യ, ആദ്യത്തെ സന്ധ്യ ഇതാ കിഴക്കേ ചക്രവാളത്തിൽ തുടങ്ങാൻ പോകുന്നു. ഉത്തിഷ്ഠ, തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. കടോപനിഷത്തിലെ മഹത്തായ വാക്യമാണ്. വിവേകാനന്ദ സ്വാമി പോലും ലോകത്തെ ഉറങ്ങിക്കിടന്ന നമ്മളെ തട്ടി ഉണർത്തിയത്. ഉത്തിഷ്ഠ, ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യപ്രാപ്തി വരെ മുന്നേറും. കമലാകാണ്ട, 12 വയസ്സിലെ വിളിച്ചു മഹാലക്ഷ്മിയുടെ ഭർത്താവെ, അതങ്ങ് ഭരിച്ചു. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യ പ്രവർത്തനെ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരും. ഈ 14 ലോകം ഉൾപ്പെടുന്ന ഭൂമി, സ്വർഗം, പാതാളം, ഭൂസ്വാഹ. നീ ഉണർന്നെണീക്കൂ, നീ മഹാവിഷ്ണുവാണ്, കിടന്നുറങ്ങേണ്ടവനല്ല. വളരെ കൃത്യമായി അതൊക്കെ പാലിച്ചു. 3 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ഉണർന്നെണീറ്റ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭരിക്കുമെന്നും തനിയെ ഉണർന്നാൽ പിന്നെ ഉറങ്ങല്ലേ എന്നുമൊക്കെ പഠിപ്പിച്ച യോഗവാസിഷ്ഠവും വിശ്വാമിത്രനും ശ്രീരാമേന്ദ്രനും തമ്മിലുള്ള ഉപദേശവും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. കൊടുത്താലും അവർ വായിക്കില്ലല്ലോ. ഒരുപാട് പ്രോജക്റ്റ് ചെയ്യണ്ടേ, ഒരുപാട് എക്സർസൈസ് ചെയ്യണ്ടേ. ഇതൊക്കെ പഠിച്ച് നമ്മുടെ കാര്യങ്ങൾ വായിക്കാതെ, അമ്പലത്തിൽ വന്ന് തൊഴാതെ, പ്രാർത്ഥിക്കാതെ, ഒരു മകൻ്റെ ധർമ്മം എന്താണ്, ഒരു മകളുടെ ധർമ്മം എന്താണ്, ഒരു മരുമകൻ്റെ ധർമ്മം എന്താണ്, മരുമകളുടെ ധർമ്മം എന്താണ് എന്നൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് ജയിക്കുന്ന പുതിയ തലമുറ ജീവിതത്തിൽ തോറ്റുപോകുന്നു. പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു, നല്ല മാർക്കുണ്ട്, പക്ഷെ ജീവിതത്തിൻ്റെ പേപ്പർ എടുത്തപ്പോൾ അതിൽ തോറ്റിരിക്കുന്നു. സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ്. ഭാഗവതം പഠിക്കുന്നത്, പുരാണം പഠിക്കുന്നത്,
ഇതിഹാസങ്ങൾ പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ്. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത പലരും ജീവിതത്തിൽ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള പലരും ഒരു മനസ്സമാധാനവും ഐശ്വര്യവും ഇല്ലാതെ ഈ വിദ്യാഭ്യാസവും ഈ സമ്പത്തും ഈ സൗന്ദര്യവും ഈ ആരോഗ്യവും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് നിരാശരായി ജീവിക്കുന്ന ധാരാളം പേരെ നമ്മുടെ ഭാഗവത യാത്രയിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ല എങ്കിലും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ പഠിക്കാൻ, വളരാൻ, ഉയരാൻ, ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ ഒരു നല്ല മകൻ, ഒരു നല്ല മകൾ, നാളെ ആ ആള് തന്നെ നല്ല ഭർത്താവ്, നല്ല ഭാര്യ, കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല അച്ഛൻ, നല്ല അമ്മ, കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല അപ്പൂപ്പൻ, നല്ല അമ്മൂമ്മ. ആളിന് മാറ്റമില്ല, അകത്തിന് മാറ്റമില്ല, പുറമേയുള്ള ശരീരത്തിന് മാറ്റം വന്നു. നീ ശരീരം നന്നാക്കാനുള്ള പല കാര്യങ്ങളും പ്രായമനുസരിച്ച് നോക്കി. ഈ ശരീരം അർത്ഥമില്ലാത്തതാണ്. അതിൽ നിന്ന് ഭഗവാൻ ഇറങ്ങി പോകുമ്പോൾ ഇത് കണ്ടാൽ പേടിക്കും. അത് കിടന്ന സ്ഥലത്തേക്ക് മക്കൾ പോവില്ല, ഭാര്യ പോവില്ല. നെഞ്ചിനകത്ത് തന്നെ വരുമ്പം ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ ഞാനിവിടെ അകത്തോട്ട് കയറാം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും വേണ്ട. ഒരു ബോർഡ് കണ്ടില്ലേ? കണ്ടു. എന്താ? അന്യർക്ക് അകത്ത് പ്രവേശനം ഇല്ല. ഇതിൽ അതിൻ്റെ മുകളിൽ ഒരു ബോർഡ് കണ്ടോ? കണ്ടു. എന്താ? ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഇംഗ്ലീഷിൽ എന്ത് പറയും? ICU, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അല്ല. നീ ജീവനുള്ളപ്പോൾ ആളിനെ സ്നേഹിക്കും. ജീവൻ പോയി കഴിഞ്ഞാൽ ഈ ശരീരം കൊള്ളില്ല. ഭഗവാനോട് പറയും അത് മുച്ചുകുന്തൻ. മണ്ണി കുഴിച്ചു വെച്ചാൽ പുഴു തിന്നും. റോഡിൽ കൊണ്ടുവച്ചാൽ ഇന്ന് പട്ടി കഴിച്ചിട്ട് നാളെ പട്ടിയുടെ കാഷ്ടമായിട്ട് വരും. ഇന്ന് തിലകം ചാർത്തി ചീരിയും അഴകായി ശരീരം സംരക്ഷിച്ച് വച്ചിരിക്കുന്ന മനുഷ്യ, നിന്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് രാത്രി ജീവൻ പോയാൽ റോഡിൽ കൊണ്ടുവച്ചാൽ പട്ടി കാഷ്ടിച്ച് നാളെ രാവിലെ വഴിയെ നടക്കുന്ന പട്ടിയുടെ കാഷ്ടമായി നീ മാറും. മലയുടെ മുകളിൽ കൊണ്ടുവച്ചാൽ കാക്ക കൊത്തി പറിക്കും. അഗ്നിയിൽ കൊണ്ടുവച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ചാരമാക്കണോ 5 മിനിറ്റ് കൊണ്ട് ചാരമാക്കണോ എന്ന് കോൺട്രാക്ടർ ചോദിക്കും. അവർ താൽക്കാലിക ചിതയുണ്ടാക്കി പെട്ടിയിൽ അടച്ച് തരും. സന്തോഷം. 2 മിനിറ്റ് കൊണ്ട് തന്നാൽ അത്രയും വേഗം നല്ലത് എന്ന് പറയുന്ന അടുത്ത തലമുറയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഈ വ്രതം അംബരീഷൻ അനുഷ്ഠിച്ച പ്രത്യേക ആപ്ലിക്കേഷനൊന്നും വെച്ചുകൊണ്ടല്ല. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന കാണും. മക്കൾക്ക് നല്ല വിവാഹം കിട്ടണേ, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണേ, നല്ല ജോലി കിട്ടണേ, എന്തെങ്കിലും ഒരു അപേക്ഷ എന്തായാലും ഒരു ഭക്തൻ്റെ മുന്നിൽ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അംബരീഷന് യാതൊരു അപേക്ഷയില്ല. എന്നെ ഇങ്ങനെ ഇരുത്തിയല്ലോ, സന്തോഷം. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, 11ാമത്തെ ദിവസം. ദ്വാദശി, ത്രയോദശി, ചതുർദശി കഴിഞ്ഞാൽ പൗർണമി, പിന്നെ അമാവാസി. 14, 14, 28 അമാവാസിയും പൗർണമിയും കൂടെ ചേർത്ത് 2, 30, 2 പക്ഷം. 2 പക്ഷം ഏതൊക്കെയാണെന്ന് ഒരു ഭാഗവത വേദിയിൽ ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, അറിയാം. എന്തൊക്കെയാണ്? ഇടതുപക്ഷം, വലതുപക്ഷം. അവൻ അതേ അറിയാവൂ. ഞാൻ പറഞ്ഞു, അതല്ല കുഞ്ഞെ, അത് ഭൗതികം, ആധ്യാത്മികം അറിയില്ല. വെളുത്ത പക്ഷം, കറുത്ത പക്ഷം, 2 പക്ഷം. ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം. അത് പിതൃക്കൾക്ക് ഒരു ദിവസം. കറുത്ത പക്ഷം അവരുടെ രാത്രി, വെളുത്ത പക്ഷം അവരുടെ പകൽ. അങ്ങനെ 6 മാസം ഒരു അയനം, 2 അയനം ഒരു വർഷം. അത് ദേവന്മാർക്ക് ഒരു ദിവസം. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, ദക്ഷിണായനം. മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, ഉത്തരായനം. ദക്ഷിണായന കാലത്ത് ആചാരാനുഷ്ഠാനങ്ങൾ, നാമജപം ഒക്കെ ശക്തമായി 6 മാസം നടത്തുന്നു. ശരീരത്തിന് വേണ്ടിയല്ല, ശരീരത്തിൽ ഇല്ലാത്ത അവയവമായ മനസ്സിന് വേണ്ടി. ശരീരത്തിന് വേണ്ടി ഉഴിച്ചിൽ, പിഴിച്ചിൽ, ആയുർവേദ മരുന്ന് സേവനമൊക്കെ കർക്കിടകത്തിലാണ്. പക്ഷെ ആ 31, 32, 30 ദിവസം രാമ 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 രക്ഷിക്കണേ എന്നെ, മാം എന്നെ, പാഹി രക്ഷിക്കണേ, രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. മളിയൂർ പണ്ഡിതന് പറയുമായിരുന്നു, 3 രാമന്മാരും മനസ്സിൽ കൂടെ പോകണം. 3 രാമന്മാർ, മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന. 3 രാമന്മാർ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ. അത് കഴിയുമ്പോൾ ശ്രീകൃഷ്ണൻ. അല്ലേ? ശ്രീരാമ തിയറി എന്താണെന്ന് ലോകം മുഴുവൻ അറിയിക്കാൻ ഇന്ദിരാഞ്ചിറയ്ക്കൽ വരിക്കാക്കുന്നിൽ നിന്ന് സന്തോഷം ഇവിടെ എത്തിയിട്ടുണ്ട്.
വെൺമണി തിരുമേനിയൊക്കെ സമയം കിട്ടുമ്പോൾ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ച് അവരെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കാനാണ്. 41 ഭാഗവത ആചാര്യന്മാർ ശ്രീരാമ ദർശനത്തിൻ്റെ മഹത്വം എന്താണെന്ന് ലോകത്തിന് അറിയിക്കണം. ശ്രീരാമചന്ദ്രൻ നമുക്ക് കാട്ടിത്തന്ന സംസ്കാരം ഈ വർഷത്തെ ഭാഗവത അമൃത സത്രത്തിനൊരു പ്രാധാന്യം കൂടിയുണ്ട്. പുരാണത്തിൽ, ഇതിഹാസങ്ങളിലൊക്കെ, ഭാഗവതത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ നമ്മൾ വായിച്ച അയോധ്യ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പുനഃപ്രതിഷ്ഠ നടത്തിയ ഒരു വർഷം കൂടിയാണ് എന്ന് അദ്ദേഹത്തിനൊരു വലിയ കയ്യടി നൽകിക്കൊണ്ട് വേണം നമ്മൾ സ്മരിക്കാൻ. അതൊരു വലിയ കാര്യമല്ല. ഇപ്പം അയോധ്യയിൽ ചെന്നാൽ റോഡിൽ കിടന്നുറങ്ങാം. കാശിയിലും വാരാണസിയിലും ഒക്കെ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ട് അതിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ കാലങ്ങളായി നടന്നുവരുന്ന കാര്യങ്ങളാണ്. ആ ശ്രീരാമചന്ദ്രൻ്റെ രാമായണം കർക്കിടക മാസം മുഴുവൻ നമ്മൾ കൊണ്ടാടി. ചിങ്ങമാസമാകുമ്പോൾ വിനായക ചതുർത്ഥി, തിരുവോണം, അഷ്ടമി രോഹിണി, അത്തം